അരളി അഥവാ കരവീരം. ഭംഗിയുള്ള പുഷ്പങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നട്ടുവളർത്താറുള്ള ഒരു ഔഷധി കൂടിയാണ് അരളി. ആയുർവേദം സപ്തവിവിഷങ്ങളുടെ ഗണത്തിൽ അരളിയെ ഉൾക്കൊള്ളിച്ചുകൊള്ളുന്നു. വ്രണങ്ങളിലും കുഷ്ഠരോഗങ്ങളിലും ബാഹ്യലോഭനയായി അരളി അരച്ചു പുരട്ടുന്നത് ഉത്തമമെന്ന് സുശ്രുതത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കരവീരം, അശ്വഗന്ധം, ഹയമരാഗം, അശ്വമാരം എന്നിങ്ങനെയാണ് സംസ്കൃത നാമങ്ങൾ. ഒലിയാൻഡർ എന്നാണ് ഇംഗ്ലീഷിൽ അരളിയെ വിളിക്കുന്നത്. അപ്പോർദസൈനീസി എന്ന സസ്യകുടുംബത്തിലെ അംഗമായ അരളിയുടെ ശാസ്ത്രീയ നാമം നീറിയം ഇൻഡിക്കം മിൽ, ചുവന്ന അരളി എന്നാണ്. ശ്വേത കൃഷ്ണവർണ്ണങ്ങളിലും ഇതുണ്ട്. ശാഖകളായി വളരുന്ന കുറ്റിച്ചെടിയാണ് അരളി. ഇതിന്റെ ഏതു ഭാഗം ഒടിച്ചാലും വെളുത്ത കറ ഊറി വരും. പുഷ്പങ്ങളുടെ നിറഞ്ഞ അടിസ്ഥാനത്തെപ്പെടുത്തി 4 ഇനത്തിൽ അരളിച്ചെടി കണ്ടുവരുന്നു. കൃഷ്ണം, മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നിവയാണ് സാധാരണയായി കാണാറുള്ളത്. മഞ്ഞ അരളിയുടെ ഇലയും പൂവും മറ്റും 3 അരളികളിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നമാണ്. ഇതിന്റെ ഇല വീതി കുറഞ്ഞതും തിളക്കമുള്ള പച്ച നിറത്തോട് കൂടിയതുമായി കണ്ടുവരുന്നു. ഇതിന് ഔഷധ ഗുണം കൂടുതലാണ്. ആയുർവേദ പ്രകാരം ഇതിന്റെ ഔഷധ യോഗ്യ ഭാഗങ്ങൾ വേരിന്മേൽ തൊലിയും ഇലയുമാണ്. രസത്തിൽ കടു, തിക്തം, കഷായം എന്നിങ്ങനെയും ഗുണത്തിൽ ലഘു, രൂക്ഷം, തീക്ഷ്ണം എന്നിങ്ങനെയും വീര്യത്തിൽ ഉഷ്ണവും വിഭാഗത്തിൽ കടുവും എന്നിങ്ങനെയാണ് ആയുർവേദ വിധിപ്രകാരമുള്ള അരളിയുടെ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ അരളിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശമുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മഞ്ഞ അരളിയിൽ തെവെറ്റിൻ എന്ന വിഷഘടകം അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അരളിയുടെ ഇലയിൽ ഒലിയാൻഡർ എന്ന ആൽക്കലോയിഡും കൂടുതയോതിയിൽ അടങ്ങിയിരിക്കുന്നു. ചുവന്ന അരളിയിൽ കരാബിൻ, റസജനിൻ, യൂഡോക്യൂരാരിൻ, നീരിയോഡോറിൻ എന്നീ വിഷമുള്ള രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇക്കാരണത്താൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ അരളിയുടെ ഔഷധയോഗ പ്രയോഗം നടത്താവൂ. ഇനി ഔഷധ ഗുണവും പ്രയോഗവും നോക്കിയാൽ അരളി വ്രണരോപമാണ്. അരളിയുടെ ഉപയോഗം കുഷ്ഠരോഗ വ്രണങ്ങളും അകറ്റും. ബ്രോക്കൻഡൈസ്, എംഫിസീമ എന്നിവ മാറ്റും. അരളിയുടെ ഇലയിൽ നിന്നും വേരിൽ നിന്നും വേർതിരിക്കുന്ന രാസവസ്തുക്കൾ നിയന്ത്രിത അളവിൽ ഉപയോഗിക്കുന്നത് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും സാങ്കോച വികാസത്തിന് ഉതകുന്നതായി കണ്ടുവരുന്നു. അതായത് ഹൃദയത്തിന്റെ രക്തഗതിക്ക് വേഗത കൂട്ടുവാൻ ഇവ സഹായിക്കുന്നു. ഇതിന്റെ ഉപയോഗം കഫത്തിൽ നിന്നാണ്. ഔഷധമെന്ന നിലയിലാണെങ്കിലും അരളി അധികമായാൽ വിഷകരമാണ്. ഔഷധ പ്രയോഗങ്ങൾ എടുത്തു പറഞ്ഞാൽ അരളി വ്രണ രൂപമാണെന്ന് പറഞ്ഞല്ലോ. ചുവന്ന അരളിയുടെ ഇലയും തൊലിയും ചേർത്തരച്ച് ലോഭനമാക്കി നീരുള്ളതും പഴകിയതുമായ വ്രണങ്ങൾ പുറമേ പുച്ചയായി ഉപയോഗിക്കുന്നത് രോഗാവസ്ഥയ്ക്ക് ഫലം ചെയ്യുന്നതായി കാണുന്നു. ബ്രോങ്കൈറ്റിസ് ശമിപ്പിക്കുന്നത് ചുവന്ന അരളിയുടെ വേരിന്മേൽ തൊലി ഉണക്കിച്ചൊടിച്ച് 1/2 ഡെഗ്രാം മുതൽ 1 ഡെഗ്രാം വരെ ദിവസേന 3 നേരം കഴിക്കുന്നത് നല്ല ഫലം തരുന്നതാണ്. അരളി വ്രണരോപമാണ്. അരളിയുടെ ഉപയോഗം കുഷ്ഠരോഗ വ്രണങ്ങളും അകറ്റും. കുഷ്ഠരോഗ വ്രണങ്ങൾ അരളിയുടെ തൊലിക്കും ഇലയിലും ഒരുമിച്ച് അരച്ചെടുക്കുക. ഇത് പുറമേ പൂച്ചയായി ഉപയോഗിക്കുന്നത് കുഷ്ഠരോഗാവസ്ഥ ശമിക്കുന്നതിന് കാരണകരമാണ്. ചുവന്ന അരളിയുടെ വേരിന്മേൽ തൊലി ഉണക്കിപ്പൊടിച്ചത് 1/2 ഡെസഗ്രാം മുതൽ 1 ഡെഗ്രാം വരെ ദിവസവും 3 നേരം പതിവായി കഴിക്കുന്നത് എംഫിസിമ ശമിപ്പിക്കുന്നതിന് നല്ലതാണ്.